Hi students, today let us see the details on translocation. The next type of aberration we have to study. So, chromosome translocation involves the transfer of a segment of a chromosome from one position to another, or it may be an exchange of segments between the chromosomes. In either way, it is translocating a chromosomal segment from one position to another. Let us see how it happens. Here, this is a normal chromosome. The segments you can see labeled as A, B, C, D, E, F, G, H. And the translocation, it can be of two types, either intrachromosomal or interchromosomal. In intrachromosomal translocation, it involves the translocation within the chromosome from one position to another position within the same chromosome. If it happens in that way, we can call it as chromosomal shift also. So intrachromosomal translocation is also known as chromosomal shift. Here it just changes in its position. The chromosomal segment changes its position from one position to another within the same chromosome. Here you can see in this figure the segment BC. BC in the segment, it is translocated from the upper arm to the lower arm, right? So here it is transferred within the same chromosome. അതാണ് ഇവിടെ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷനിൽ നടക്കുന്നത്. ഈ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷനെ നമുക്ക് ക്രോമസോമൽ ഷിഫ്റ്റ് എന്നും പറയാം. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിൽ നിന്ന് ഒരു സെഗ്മെൻറ്റ് ഈസ് ട്രാൻസ്ലൊക്കേറ്റഡ് ഫ്രം വൺ ക്രോമസോം ടു അനദർ. ഇനി ഈ ഇൻട്രാക്രോമസോമിൽ തന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇൻട്രാക്രോമസോമിൽ തന്നെ ട്രാൻസ്ലൊക്കേഷൻ മേ ഹാപ്പൻ ഫ്രം വൺ ആം ടു ദ അതർ ആം, അല്ലേ? ഈ ആമിൽ നിന്ന് താഴത്തെ ആമിലേക്കാണ് പോയത്. ഇതാണ് സെൻട്രോമിയർ. അപ്പോൾ ഈ സെൻട്രോമിയറിൻ്റെ അപ്പുറത്തെ ആമിലേക്കാണ് പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൺ ആമിൽ നിന്ന് അതർ ആമിലേക്കാണ് ഒരു സെഗ്മെൻറ്റ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു പേര് പറയും എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ. രണ്ട് റേഡിയസ് ആയിട്ടല്ലേ, ഇത് നമ്മുടെ സെൻട്രോമിയറിൻ്റെ അപ്പുറത്തുള്ളത് ഒരു റേഡിയൽ ആം, ഇത് രണ്ടാമത്തെ റേഡിയൽ ആം. അപ്പം വൺ റേഡിയൽ ആമിൽ നിന്ന് നെക്സ്റ്റ് റേഡിയൽ ആമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ എന്നും പറയാം. ഇനി ഇൻട്രാ റേഡിയൽ എന്നെപ്പോൾ പറയും? ഈ സെഗ്മെൻറ്റ് ഇവിടെ നിന്ന് ബ്രേക്കേജ് നടന്നിട്ട് ഇതേ ആമിൽ തന്നെ താഴോട്ട് മാറി അതിനെ റീജോയിൻ ചെയ്യുകയാണെങ്കിൽ സെയിം ആമിൽ തന്നെ പൊസിഷൻ മാറിയെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയാം. ഇനി ഈ ഇൻറ്റർ ക്രോമസോമലാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻട്രാക്രോമസോമൽ, അത് ഒരു ആമിൽ തന്നെ പൊസിഷൻ മാറാം, അല്ലെങ്കിൽ ഒരു ആമിൽ നിന്ന് മറ്റേ ആമിലേക്കും പോകാം. രണ്ട് രീതിയിലും സംഭവിക്കാം എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഇൻറ്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ. അവിടെ ഒരു ക്രോമസോമിൽ നിന്ന് ഒരു സെഗ്മെൻറ്റ് മുറിഞ്ഞ് മാറി മറ്റൊരു ക്രോമസോമിൽ പോയി റീജോയിൻ ചെയ്താൽ അതിനെയാണ് ഇൻറ്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? A segment breaks down from one chromosome and then goes to another chromosome and rejoins there. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻറ്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ബേസിക്കായിട്ട് രണ്ട് ടൈപ്പ് പറയാം, ട്രാൻസ്പൊസിഷണൽ എന്നും റെസിപ്രോക്കൽ എന്നും. ഇനി അതെന്താണെന്ന് നോക്കാം. ട്രാൻസ്പൊസിഷൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ വേ പ്രോസസ്സ്. ഒരു ക്രോമസോമിൽ നിന്ന് ഒരു സെഗ്മെൻറ്റ് മുറിഞ്ഞ് മറ്റൊരു ക്രോമസോമിൽ പോയി ജോയിൻ ചെയ്യുന്നു.
തിരിച്ച് ഇവിടെ ലോസ് ആയതിന് പകരം തിരിച്ച് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ട്രാൻസ്ലൊക്കേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രാൻസ്പൊസിഷണൽ എന്ന് പറയുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്നത് ഇൻ്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷനാണ്. ഒരു ക്രോമസോമിൽ നിന്ന് മുറിഞ്ഞ് മറ്റൊരു ക്രോമസോമിൽ പോയി ജോയിൻ ചെയ്യുന്നതിനെ ഇൻ്റർ ക്രോമസോമൽ എന്ന് പറയുന്നു. ഈ ഇൻ്റർ ക്രോമസോമൽ 2 ടൈപ്പ് ഉണ്ട്. അതിലാദ്യത്തേത് ട്രാൻസ്പൊസിഷണൽ എന്ന് വെച്ചാൽ ഒരു ക്രോമസോമിൽ നിന്ന് മുറിഞ്ഞ് മറ്റൊരിടത്ത് പോയി ജോയിൻ ചെയ്യുന്നു, അവിടെ തീർന്നു, പകരം തിരിച്ച് ഇങ്ങോട്ട് വേറെ ഒന്നും കിട്ടുന്നില്ല. രണ്ടാമത്തെ ടൈപ്പാണ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്സ്ചേഞ്ച് ആണ്. സീ ഹിയർ, ഇവിടെ 2 ഡിഫറെൻറ്റ് ക്രോമസോംസ് ആണ്, നോൺ ഹോമോലോഗസ് ക്രോമസോംസ് ആണ്, ABCD MNOP. ഇവിടെ A ആൻഡ് B, ദിസ് സെഗ്മെൻറ്റ് ഈസ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പുറത്ത് MNOയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ MNO ഇവിടേക്ക് വരുന്നു, AB ഇപ്പുറത്തേക്കും വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? MNO CDE അങ്ങനെ ആകുന്നു. ഇവിടെ AB വന്ന് ജോയിൻ ചെയ്തിട്ട് AB PQR എന്നും ആകുന്നു. അപ്പം ഇയാളിൽ നിന്ന് ലോസ്റ്റ് ആയതിന് പകരം അയാൾക്ക് AB കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ട്രാൻസ്ലൊക്കേഷൻ ആണെങ്കിൽ അതിനെ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നു. ഇനി ഈ മ്യൂച്വൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് പറയാം. മ്യൂച്വൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണെങ്കിൽ അതിനെ ഫ്രട്ടേണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നു. ഇനിയും ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് നോൺ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ട്രാൻസ്ലൊക്കേഷൻ എന്നും പറയുന്നു. ഇവിടെ ഇപ്പം നമുക്ക് കാണിച്ചേക്കുന്ന എക്സാമ്പിളിനകത്തിൽ നോക്കിയേ, ABCD ആൻഡ് MNOPQR. അപ്പം ഇത് ഹോമോലോഗസ് അല്ലല്ലോ, ഹോമോലോഗസ് ക്രോമസോംസ് അല്ല. ഹോമോലോഗസ് ക്രോമസോംസ് ആയിരുന്നെങ്കിൽ എങ്ങനെ ആയതിനെ? ABCD പോലെ തന്നെ ആയതിനെ ഇവിടെയും. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഇത് MNOP. അപ്പം സോ ഇറ്റ് ഈസ് നോട്ട് ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പം എക്സ്ചേഞ്ച് ബിറ്റ്വീൻ നോൺ ഹോമോലോഗസ് ക്രോമസോംസ് ആണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ട്രാൻസ്ലൊക്കേഷൻ എന്നും, ഇഫ് ഇറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദ ഹോമോലോഗസ് ക്രോമസോംസ് ദെൻ വി കോൾ ഇറ്റ് ആസ് ഫ്രട്ടേണൽ ട്രാൻസ്ലൊക്കേഷൻ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ മോസ്റ്റ്ലി അല്ലെങ്കിൽ യൂഷ്വലി ടെർമിനൽ ടെർമിനൽ സെഗ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ അങ്ങനെ നോർമലി നടക്കാറില്ല. ഇൻ്റർ കാലറി സെഗ്മെൻറ്റ്സ് ആണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കാറ്. പിന്നെ ഇവിടെ നോക്കൂ, റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് ഒരു ക്രോമസോം, ഇത് ഒരു ക്രോമസോം. ബോത്ത് ആർ നോൺ ഹോമോലോഗസ് ക്രോമസോം. In this orange chromosome, this segment gets broken down, and here in this portion is broken, and it exchanges in between so that it becomes like this. So there is no change in the amount of genetic information, but only change in position happens. This type of translocation is called reciprocal translocation. So this type of translocation is also known as a particular type of this reciprocal translocation is also known as Robertsonian translocation. In Robertsonian translocation, what happens, let us see in the next actually this type of translocation, or this name Robertsonian translocation, the name is given after the scientist W.R.B. Robertson, who was the one who first identified this type of translocation to occur in grasshoppers. And its frequency is very less. It happens once in 1,000 live births. Here what happens is, from the diagram you can see it involves 2 acrocentric chromosomes. I hope you know what is acrocentric chromosomes from our previous sessions. So acrocentric chromosomes are the chromosomes which are having one short arm and one very long arm. So the centromere is towards or near towards one end. So here one arm is too short and the other arm is too long. So this type of chromosome is called acrocentric chromosome. Here 2 acrocentric chromosomes are involved, and the breakage happens in such a way that after breakage and reunion we get a metacentric chromosome and 2 segments, 2 eccentric segments are lost. So
Here it may be two types, either homologous as acrocentric may be involved, or the involved chromosome may be non-homologous. In either way, this Robertsonian translocation can happen. So you will be more clear from this diagram. Here you can see two acrocentric chromosomes, one in green and other in yellow colored. So here breakage occurs and this longer segment gets joined with this segment and it becomes like GHIJ, then MLK. In this way we get a metacentric chromosome, and this breakdown with the smaller segments which are broken down, they will join to form a small chromosome, but that small chromosome will be lost, or that acentric fragments after the breakage, they may be lost. So this type of translocation is called Robertsonian translocation after its discoverer. And that is all about Robertsonian translocation. And the reciprocal translocation, it may be asymmetrical or symmetrical. If it is asymmetrical, the segments which are being exchanged, they will be one eccentric and the other will be centric. What is eccentric and centric? The segment, if it has a centromere, then we call it as centric segment. If the segment doesn't have a centromere, then we call it as eccentric. In asymmetrical exchange, the two segments which are involved, they will be one centric and one eccentric. So that type of exchange or reciprocal translocation is called asymmetrical translocation. In the second type, it is symmetrical. In symmetrical, what happens? Both the segments will be centric. The segments which are involved in translocation, both will be centric. That is, both will be having a centromere. So that type of exchange is called symmetrical. And the translocation which involve the transfer of a whole chromosome, sometimes a whole chromosome arm may be transferred. Like you see from here, this is not the particular example, but I am just pointing out this figure for your understanding. Say for example, this chromosome has GHIJ, one arm is that, and this other smaller arm. If it breaks from this through the centromere, so that this whole arm gets translocated to another chromosome, then that type of exchange is called whole arm translocation. The whole arm of a chromosome is translocated to another. So in that way also we can see translocation to get happen. And that takes place by this type of whole arm translocation. It takes place by three different procedures. The first is centric fusion. What is centric fusion? The first is centric fusion, next is dissociation, and the third one is tandem fusion. In centric fusion, here two breaks are happening, and these two breaks are occurring in two acrocentric chromosomes, as we noticed in Robertsonian translocation. And of this two breaks, one break will be in the shorter arm of a chromosome, and other one will be occurring in the longer arm of the other chromosome. So two chromosomes are involved. One break occurs in the shorter arm of one chromosome, and the other break occurs in the longer arm of other chromosome, just a little away from the it will be not particularly at the centromere, it will be just a few away from the centromeric position. And then they subsequently fuse, and the result of the fusion will be a metacentric chromosome, and two smaller fragments will be formed after the breakage. That two smaller fragments, they are usually lost in the process.
So it is clear from this diagram. Here you can see two chromosomes. In this chromosome, the shorter arm of the breakage occurs in the shorter arm, while in this orange chromosome, breakage occurs in the longer arm. So this one is centric because it is the break is occurring in the shorter arm, so the other portion is having the centromere, and the portion which is cut out will be eccentric portion. Here in this case, breakage occurs here, so this longer portion will be eccentric as it is occurring just after the centromeric portion, and this smaller portion, it will be centric. So they fuse in such a way to form a metacentric chromosome, and these smaller segments, they will fuse, but after some time they will be get lost. So that is centric fusion. I hope you will be clear with this concept. And the second type is dissociation. Dissociation is the reverse of the first. Here metacentric chromosome and a submetacentric chromosome is involved, and breakage occurs, and they, as a result they give rise to two acrocentric chromosomes, the actual reverse process of the first one. In the first process, centric fusion, what happened, two acrocentric chromosomes were involved, and as a result we got one metacentric chromosome. So two chromosomes fused to form one chromosome. So one chromosome, there will be a loss in number of chromosomes, right? Two chromosomes fused to form one chromosome. So a cell which was having two chromosomes now has only one chromosome. So that is the thing happening in centric fusion, while in this case here the actual reverse process is occurring here, and here a metacentric and submetacentric chromosomes are involved, and as a result we get what the result is, two acrocentric chromosome. See, this metacentric chromosome and this smaller submetacentric chromosome, breakage happens in both of them, and this one fuses with one arm of the metacentric and the other arm fuses with other of this short. As a result we get two acrocentric chromosomes. So this process is called dissociation. Next one is the tandem fusion. It is the here what happens is the fusion happens between two acrocentric chromosomes, or it may happen between a acrocentric chromosome and a metacentric chromosome. Here also a centric portion or the centric segment will be lost, and it produces a double length acrocentric chromosome. So that is the case. So three types were there: centric fusion, dissociation, and tandem fusion. Tandem fusion is the fusion between an acrocentric or a metacentric chromosome to form a chromosome which is actually double in length of the original one. And translocation can be it can be a homozygotic or heterozygotic. Translocation homozygotes, these are the ones the cells in which this happens is the cells have a reciprocal translocation between two pairs of homologous chromosomes, and if it happens between two non-homologous chromosomes, that may be also a case. In translocation heterozygotes, these are the organisms in which the reciprocal translocation between two pair of homologous chromosomes are involved, and only one chromosome from each pair is involved. So and what is the effect of translocation? Any genetic effect in translocation? Yes, it may be having effect on linkage. Linkage of genes will be affected by translocation, and also by the inversion. Also it will be affecting the positional, or it may enhance or suppress the positional effect. Positional effect is nothing but a gene
a gene may be more active, or it will be normally functioning at a particular position only. If its position changes due to inversion or translocation, it comes and joins to another part of the same chromosome or any other chromosome. So as a result, what happens, its position changes. So in the new position, it may be not that active as the normal case, or sometimes it may be super active. Both may be the case depending upon the gene which is involved. So that may be one effect. And in some cases there will be reduced meiotic recombination, and low viability will be are also observed as an after effect of translocation, or trisomy type of conditions may also occur. And these are the effects of, or genetic effects of, translocation. So that is all with translocation.